ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്സ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്സ് ആണ് അല്ലേ? ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് അങ്ങനെയല്ലേ? പെർഫോമൻസ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുക, അതായത് പറഞ്ഞ വാക്ക് പാലിക്കുക. ആ കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പെർഫോം ചെയ്യുന്നതാണ് എന്ത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ? അതിൻ്റെ കണ്ടൻറ്റ് പെർഫോം ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ടൈപ്പ്, ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് ആർക്കൊക്കെ പെർഫോം ചെയ്യാം, കോൺട്രാക്റ്റ് ആർക്കൊക്കെ പെർഫോം ചെയ്യാം, ഹൂ മേ പെർഫോം ദ കോൺട്രാക്ട് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. പിന്നെ ഹൂ ക്യാൻ ഡിമാൻഡ് ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്, പെർഫോമൻസ് കോൺട്രാക്റ്റിന് ആർക്കൊക്കെ ഡിമാൻഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്, പെർഫോമൻസിൻ്റെ ടൈമും പ്ലേസും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻസ് ടൈം ആവുന്നതെന്നും എപ്പോഴാണ് കോൺട്രാക്റ്റിൻ്റെ എസെൻസ് ടൈം അല്ലാത്തതെന്നും നമ്മൾ പറഞ്ഞു. പിന്നെ എപ്പോഴൊക്കെയാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് എന്നതും നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ്. അതായത് ഇപ്പോൾ ജോയിൻറ്റ് പ്രോമിസസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വേർഡ് മീനിങ്ങിൽ എന്തുണ്ട്? ജോയിൻ ആയിട്ട് പ്രോമിസ് ചെയ്യുക, അതായത് രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആൾക്കാർക്ക് ഇന്ന കാര്യം ചെയ്തോളാം എന്ന് പെർഫോം ചെയ്യണം. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളത്തെ 2 പേര് ചേർന്നിട്ട് പറയുകയാണ്, 2 അതിലധികമോ പേര് ചേർന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്ലാസ് പെയിൻറ്റ് ചെയ്തോളാം എന്നൊരു കോൺട്രാക്റ്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ അതാണ് ജോയിൻറ്റ് പ്രോമിസ് അല്ലേ? അപ്പോൾ വെൻ 2 or more person enter into a joint contract with 1 or more person, the promisee under such a contract are known as joint promisee. അതിനെയാണ് joint promises എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ് റൂൾസ് എന്ന് നോക്കാം. ഈ ജോയിൻറ്റ് പ്രോമിസ് പെർഫോം ചെയ്യേണ്ട റൂൾ എങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം, 2ൽ കൂടുതൽ ആൾക്കാരില്ല, കുറച്ച് ആൾക്കാർ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഒരാളാണോ ചെയ്യുക? അല്ലല്ലോ, എല്ലാവരും കൂടിയാണ് അതിൻ്റെ ലയബിലിറ്റി ഏറ്റെടുക്കുക. അതാണ് ഫസ്റ്റ് റൂളായിട്ട് പറയുന്നത്. ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റി. ഡെവല്യൂഷൻ തന്നെ വിഭജിക്കുക. ജോയിൻറ്റ് ലയബിലിറ്റി എങ്ങനെയാണ് വിഭജിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക? According to section 42 of the Contract Act, when 2 or more person have made a joint promise, 2 അതിലധികമോ പേഴ്സൺസ് ജോയിൻറ്റ് പ്രോമിസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ all of them must jointly fulfill the promise. എല്ലാവരും ഒരുമിച്ച് വേണം ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ. upon the death of one of the joint promiser, ഈ ജോയിൻറ്റ് പ്രോമിസറിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ റെപ്രസെൻറ്റേറ്റീവും ബാക്കിയുള്ള പ്രോമിസേഴ്സും കൂടിയിട്ട് എന്ത് വേണം? ഈ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യണം, പെർഫോം ചെയ്യണം. ഇനിയിപ്പോൾ എല്ലാവരും മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ലീഗൽ പാർട്ടീസ് ഒത്തുചേർന്നുകൊണ്ട് ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. എ, ബി ആൻഡ് സി, ഈ എയും ബിയും സിയും കൂടിയിട്ട് ഡിയോട് ഒരു പ്രോമിസ് ചെയ്യണം, 15,000 രൂപ തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു 15,000 രൂപ എന്ന് പറയുന്നത് അവരെല്ലാവരും ഒരുമിച്ച് കൊടുക്കണം. ഇൻ കേസ് സി ഡൈസ്, സി എങ്ങാനും മരിച്ചു പോയാൽ, അതായത് ജോയിൻറ്റ് പ്രോമിസറിലത്തെ ഒരാളാണ് സി, അയാൾ മരിച്ചു പോയാൽ, ആ പേയ്മെൻറ്റ് നടക്കുന്നതിന് മുന്നേ മരിച്ചു പോയാൽ, ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സി, അതായത് സിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും ജോയിൻ്റ്ലി വിത്ത് എ ആൻഡ് ബിയും കൂടിയിട്ട് എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം ഈ പ്രോമിസ് അല്ലേ? ഡിക്ക് 15,000 രൂപ കൊടുക്കണം. ഇഫ് എ ഡൈസ്, ബി അലോങ് വിത്ത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സി, എ വിൽ ഹാവ് ടു പേ. If the last survivor promised also dies, representatives of jointly must perform the promise to perform. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാളും ബാക്കിയുള്ളവരുടെ റെപ്രസെൻറ്റേറ്റീവ്സും കൂടിയിട്ട് അയാളുടെ റെപ്രസെൻറ്റേറ്റീവ്സും ബാക്കിയുള്ളവരും കൂടിയിട്ട് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം. ഇനി എല്ലാവരും മരിച്ചു പോവുകയാണെങ്കിൽ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ജോയിൻ്റ്ലി ആയിട്ട് 15,000 രൂപ ഡിക്ക് കൊടുത്തിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ലയബിലിറ്റീസ് ജോയിൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൂളാണ് എനി വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ് മേ ബി കമ്പൽഡ് ടു പെർഫോം. ഇപ്പോൾ പ്രോമിസി പറയാണ്, അതായത് പൈസ കിട്ടാനുള്ളയാൾ പറയാണ്, എനിക്ക് ഇപ്പോൾ എ ബി സി ഉണ്ടല്ലോ, എ ബി സി ഡിക്കാണല്ലോ ക്യാഷ് കൊടുക്കുന്നത്. അപ്പോൾ ഡി പറയാണ്, എനിക്ക് സി മാത്രം ക്യാഷ് തന്നാൽ മതി. ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കൊടുക്കാൻ പറയുകയാണെങ്കിൽ എന്താണ് കാര്യം? ഇവരെല്ലാവരും കൂടി എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് സിക്ക് കൊടുക്കണം, എന്നിട്ട് സി കൊടുക്കണം. അല്ലാതെ സി ഒറ്റയ്ക്ക് ആ ഒരു ലയബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്.
വെൻ ടു ഓർ മോർ പേഴ്സൺ മേക്ക് ജോയിൻറ്റ് പ്രോമിസ് എ പ്രോമിസി മേ പ്രോമിസ് ചിലപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ഒരു എക്സ്പ്രസ് എഗ്രിമെൻറ്റിലും ഇപ്പോൾ എക്സ്പ്രസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഇവർ പറയും, അതായത് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് തന്നോളാം എന്നുള്ള എഗ്രിമെൻറ്റ് പറഞ്ഞാൽ പ്രോമിസിക്ക് പിന്നെ അതായത് ഡിക്ക് പിന്നെ മാറ്റി പറയാനൊന്നും പറ്റില്ല. പക്ഷേ ആബ്സെൻസ് ഓഫ് എക്സ്പ്രസ് എഗ്രിമെൻറ്റ്, അതായത് അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഞങ്ങൾ 3 പേരും കൂടി തന്നോളാം എന്നൊരു റിട്ടൺ എഗ്രിമെൻറ്റ് ഒരു എക്സ്പ്രസ് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഡിക്ക് എന്ത് പറയാം, എനിക്ക് നിങ്ങൾ 3 പേരും തരണ്ട, എനിക്ക് സി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കമ്പൽ എനി വൺ ഓർ മോർ സച്ച് ജോയിൻറ്റ് പ്രോമിസ് ടു പെർഫോം ദ ഹോൾ ഓഫ് ദ പ്രോമിസ്. ആ ഹോൾ പ്രോമിസും പെർഫോം ചെയ്യേണ്ടത് സി മാത്രമാണെന്ന് ഡി വാശി പിടിക്കുകയാണെങ്കിൽ ഇൻ സച്ച് കേസസ് ഈച്ച് പ്രോമിസർ മേ കമ്പൽ എവറി അതർ ജോയിൻറ്റ് പ്രോമിസർ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി ടു ദ ഡിസ്ചാർജ് ഓഫ് ദ പ്രോമിസ് അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ്. അതായത് പെർഫോമൻസ് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടുന്നതിന് വേണ്ട എമൗണ്ടിലോട്ട് ഈക്വലി ആയിട്ട് ബാക്കിയുള്ള 2 പേരും കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, എന്നിട്ട് സി അത് പെർഫോം ചെയ്യണം. അങ്ങനെയാണ് സെക്കൻഡ് റൂളിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റിലീസ് ഓഫ് എ ജോയിൻറ്റ് പ്രോമിസർ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. ഇപ്പോൾ ഡി പറയാണ് സി ഒരു പാവാണ്, അപ്പോൾ സി എനിക്ക് ക്യാഷ് തരണ്ട. എ ബി സി ആണ് ജോയിൻ ആയിട്ട് എമൗണ്ട് ആർക്ക് കൊടുക്കാനുള്ള, ഡിക്ക് കൊടുക്കാനുള്ളത്. ഫസ്റ്റത്തെ എക്സാമ്പിൾ തന്നെയാണ് കണ്ടിന്യൂഷനിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എയും ബിയും സിയും കൂടിയിട്ട് ഡിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഡി പറയുകയാണ് സീനെ നോക്കിയിട്ട് സി പാവാണ്, സി പാവപ്പെട്ട ആളാണ്, അപ്പോൾ സി എനിക്ക് ക്യാഷ് തരണ്ട, സീനെ ഞാൻ ഈ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിക്കവർ ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീനെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കി 2 പേരും കൂടിയിട്ട് എന്ത് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം എന്നാണ് പറയുക. ഓക്കെ, എ ബി ആൻഡ് സി ആർ ജോയിൻറ്റ്ലി പ്രോമിസസ് ഓഫ് ഡെപ്റ്റ് പേയബിൾ ടു ഡി. ഡി റിലീസ്ഡ് സി ഫ്രം ദ ലയബിലിറ്റി ആൻഡ് സ്യൂഡ് എ ബി ആൻഡ് ഫോർ റിക്കവറി ഓഫ് ദ ഡെപ്റ്റ്. ഹിയർ നെയ്തർ എ ആൻഡ് ബി ക്യാൻ എസ്കേപ്പ് ഫ്രം ദ ലയബിലിറ്റി ടു ദ ഡെപ്റ്റ്. ഡെപ്റ്റ് ലയബിൾ ചെയ്യുന്നതിന് എക്കും ബിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എസ്കേപ്പ് ആവാൻ പറ്റില്ല. നോർ സി ഈസ് ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി ടു കോൺട്രിബ്യൂട്ട് എ ആൻഡ് ബി. അതായത് സീനെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും സിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്കും ബിക്കും സി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ ഒരു ലയബിലിറ്റിയിൽ നിന്ന് സിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഓക്കെ, where one or more person have made a joint promise, a release of one such joint promises by the promisee not discharge other joint promises. Neither does it free the joint promiser so released from the responsibility to other joint promiser or joint promisers. It means that the released promiser cannot be made free from his responsibility towards the other joint promises. അതായത് ഡി പറയാണ് എന്ത്, എ ബി സി എന്ന ഡെപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ 3 ഡെപ്റ്റേഴ്സും കൂടിയിട്ടാണ് ഡിക്ക് ക്യാഷ് കൊടുക്കാനുള്ളത്. അപ്പോൾ സി എയും ബിയും സിയും ജോയിൻ ആയിട്ടാണ് ഡിക്ക് ക്യാഷ് കൊടുക്കാൻ നേറ്റത്. പക്ഷേ ഡി എന്താണ് പറഞ്ഞത്, സി പാവാണ്, സി എനിക്ക് തരണ്ട, സിയെ ഞാൻ ഈ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയും ബിയെയും ഒഴിവാക്കി എന്നാലും സിയെ ഒഴിവാക്കി എങ്കിൽ കൂടിയും സിക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബാക്കിയുള്ള 2 പ്രോമിസറോടുള്ള, അതായത് എയോടും ബിയോടും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എമൗണ്ട്. അതിൽ നിന്ന് സി ഒഴിവാക്കാൻ പറ്റില്ല, അയാൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. എക്കും ബിക്കും എമൗണ്ട് സി എന്ത് ചെയ്തിരിക്കണം, കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് റൈറ്റ്സും ഇതേപോലെ തന്നെയാണ്, 3 പേർക്കും ജോയിൻ ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, when a person had made a promise to 2 or more persons jointly, the right to demand the performance of a promise rests with joint promisees during their joint lives unless otherwise provided. In case any one of them dies, the legal representatives of the deceased along with the survivors have the right to claim the performance. After the death of the last survivor, the legal representatives of all jointly have the right to claim performance. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റോളിൽ പറഞ്ഞത് ലയബിലിറ്റി പെർഫോം ചെയ്യേണ്ടുന്ന കാര്യമാണ്. ലയബിലിറ്റി ആരുടെ കയ്യിലുണ്ടാവുക, പ്രോമിസ് ചെയ്ത ആൾക്കാണല്ലോ ലയബിലിറ്റി ഉണ്ടാവുക. റൈറ്റ് ആർക്കാണ് ഉണ്ടാവുക, പ്രോമിസീക്കാണ് റൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ റൈറ്റും ഈ ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറയുമ്പോൾ മേ ബി ഒരാൾക്കോ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആൾക്കാർക്കോ എന്ത് ചെയ്യാം, കോൺട്രാക്റ്റ് പെർഫോം ചെയ്തോളാം അവരോട് അഗ്രി ചെയ്യാം അല്ലേ. ഇപ്പോൾ ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറയുമ്പോൾ 2 അതിലാൾക്കാർ 1 അതിലാൾക്കാർക്കോ ഒരു കാര്യം ചെയ്തു കൊള്ളാം എന്ന് പ്രോമിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ത്,
ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എപ്പോഴും ലയബിലിറ്റി ആരിലായിരിക്കും? ബാധ്യത, അതായത് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട ബാധ്യത ആരിലായിരിക്കും? പ്രോമിസറിൻ്റെ അടുത്തായിരിക്കും. പക്ഷേ റൈറ്റ്, അതായത് ഈ കോൺട്രാക്റ്റ് ടൈം ആയാൽ പെർഫോം ചെയ്യാൻ പറയാനുള്ള റൈറ്റ്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് എപ്പോഴും പ്രോമിസിയുടെ കയ്യിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ കോൺട്രാക്റ്റ് ടൈമായിട്ടും പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? പ്രോമിസിക്കാണ്, ക്യാഷ് കിട്ടാനുള്ള ആൾക്കാണ് അല്ലേ? ഇനിയിപ്പോൾ 2ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവും. ഇനിയിപ്പോൾ അതിലൊരാൾ മരിച്ചാൽ എന്ത് ചെയ്യാം? അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനും ബാക്കിയുള്ള പ്രോമിസീസിനും കൂടിയിട്ട് ഡിമാൻഡ് ചെയ്യാം. ആരിൽ നിന്ന്? പ്രോമിസറിന്, ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് ചെയ്യാം? ഓൾ ജോയിൻ്റ്ലി ഹാവ് ദ റൈറ്റ് ടു ക്ലെയിം ദ പെർഫോമൻസ്. ആ പെർഫോമൻസ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഡിമാൻഡ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ പെർഫോമൻസ് ക്ലെയിം ചെയ്യാനുള്ള അവകാശവും ആരിൽ ഇതാണ്? നിക്ഷിപ്തമാണ്. ബാക്കിയുള്ള മരിച്ചു പോയവരുടെ എല്ലാവരുടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് നിക്ഷിപ്തമാണ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റത്തെ റോള് പറഞ്ഞത് എന്താ വെച്ചാൽ എന്താണ്? ലയബിലിറ്റീസ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ജോയിൻ ആയിട്ട് വേണം പെർഫോം ചെയ്യാൻ. എല്ലാ പ്രോമിസറും കൂടിയിട്ട് ലയബിലിറ്റി ഒരുമിച്ച് പെർഫോം ചെയ്യണം. ഇനി ഒരാളെ പ്രോമിസി പറയാൻ ഇന്നയാൾ മാത്രം തന്നാൽ മതി കമ്പൽ ചെയ്യുകയാണെങ്കിൽ കൂടിയും കോൺട്രിബ്യൂട്ട് ചെയ്യണം. കൊടുക്കാനുള്ള എമൗണ്ട് ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനി പറയാണ് ഒരാൾ തരേണ്ട, ഞാൻ ഒരാളെ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞാൽ 3ാമത്തെ കേസാണത്. അപ്പോഴും എന്ത് ചെയ്യണം? ഈ ഒഴിവാക്കി എന്ന് പറഞ്ഞ ആളും ബാക്കിയുള്ള 2 പ്രോമിസേഴ്സിന് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇനി ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. റൈറ്റ്സ് ആരിലാണുള്ളത്? പ്രോമിസി അല്ലേ? അപ്പോൾ ഈ പ്രോമിസിക്കോ ഒന്നിലധികമുള്ള പ്രോമിസി ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ട് റൈറ്റ് അവകാശപ്പെടണം. ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം എന്ന് അവകാശപ്പെടണം, ഈ എമൗണ്ട് കിട്ടണം എന്ന് അവകാശപ്പെടണം. ഇനിയിപ്പോൾ അവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും എന്തുണ്ട്? ഈ റൈറ്റിനുള്ള, ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണമെന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ജോയിൻറ്റ് പ്രോമിസസും അതിൻ്റെ റൂൾസും. നെക്സ്റ്റ് റെസിപ്രോക്കലാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു.